ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാൻസർ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ കാരണമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ കാരണമായിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ബൈ ബർത്ത് ചിലപ്പോൾ ക്യാൻസർ വരുന്ന കുട്ടികളുണ്ടാവില്ലേ, ബൈ ബർത്ത് ക്യാൻസർ. അതെന്താ ഇപ്പോൾ കാരണം? അതിൻ്റെ കാരണം എന്താ? ബൈ ബർത്ത് കുട്ടികളിൽ ക്യാൻസർ വരുന്നതിൻ്റെ കാരണം എന്താ പറയുക? നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. കുറച്ച് ജനിതകമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചില സിൻഡ്രോംസ് പറയുന്നുണ്ട്. അപ്പോൾ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് അതൊരു സിൻഡ്രോമായിട്ട് കാര്യം. അതിനൊരു ട്യൂമർ സപ്രസർ ജീൻ എന്നൊക്കെയാണ് പറയുക. അതിന് ട്യൂമറിനെ സപ്രസ് ചെയ്യുന്ന ജീൻ അത് ഓഫായി പോവുക. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അത് മ്യൂട്ടേഷൻ വഴി സംഭവിക്കും. മ്യൂട്ടേഷൻ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ജനിതകമായിട്ടുള്ള ഇങ്ങനത്തെ ചില ചേഞ്ചസ് ഉണ്ടാകുന്നവർക്ക് TP53 എന്ന് പറയുന്ന വേറൊരു ട്യൂമർ സപ്രസർ ജീനാണ്. ഇതൊക്കെ ഓഫായിട്ടിരിക്കുന്നവർക്ക് പലതരം ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. അവർക്ക് ജനിക്കുമ്പോൾ തന്നെ പല ക്യാൻസറുകളുമായിട്ട് ഉണ്ടാവാനുള്ളതെന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ ട്യൂമർ സപ്രസർ ജീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ട്യൂമറിനെ സപ്രസ് ചെയ്യാൻ ആ ജീനില്ല. അപ്പോൾ ആ ട്യൂമർ വളരും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ജനിതകമായിട്ടുള്ള ചേഞ്ചസ് കാരണം ചില ക്യാൻസറുകൾ വരാം. പിന്നെ മെയിനായിട്ട് ഗർഭിണിയായിരിക്കുമ്പോൾ പുകവലിക്കുക, മദ്യപിക്കുക, ഇത് കുട്ടികൾക്ക് ക്യാൻസർ റിസ്ക് കൂട്ടുന്നുള്ളത് തെളിവുകൾ എവിഡൻസ് ഉണ്ട്. അതായത് പാരന്റ്സിന്റെ ശീലങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ക്യാൻസർ വരാം അല്ലേ? അത് ഗർഭസ്ഥയായിരിക്കുന്ന ദുശീലങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മൾ സാധാരണ പറയുന്ന ദുശീലങ്ങൾ, പുകവലിക്കുക, മദ്യപിക്കുക, ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട്, പഠനങ്ങൾ വഴി തെളിയിച്ചിട്ടുണ്ട്. ഈ പുകവലി, മദ്യപാനം അല്ലാതെ പാരന്റ്സിന്റെ വേറെ ഏതൊക്കെ ദുശീലങ്ങൾ ഈ കുട്ടികൾക്ക് ക്യാൻസർ വരുത്താൻ ചാൻസ് ഉണ്ട്? അങ്ങനെ ബാക്കി ഒത്തിരി അങ്ങനെ ജനറ്റിക് ആയിട്ടുള്ള റിസ്കുകൾ വേറെ ഒത്തിരി അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. പാരൻസിൻ്റെ ഇതുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ ഇതുകൊണ്ടോ ഒന്നും അങ്ങനെ ക്യാൻസർ വരത്തില്ല. യൂഷ്വലി സ്മോക്കിങ്ങും ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു റിസ്ക് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് വേറൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇതെല്ലാം ഈ DNA നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. DNA ആണ് ഈ ജീൻസിലോട്ട് എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഇനിയും മൾട്ടിപ്ലിക്കേഷനും ഇതുമെല്ലാം നടക്കണ്ടേ എന്നുള്ള മെറ്റീരിയലാണ് ഈ ജീൻ. അത് ക്യാൻസറിനെ പിടിച്ചു നിർത്തുന്ന ജീനിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു, ട്യൂമർ സപ്രസർ ജീൻ, അത് ക്യാൻസറിനെ നിർത്തുന്നു. അതേസമയം ഈ ക്യാൻസറിനെ വളർത്തുന്ന ജീന് ചിലപ്പം മ്യൂട്ടേഷൻ വഴി ഉണ്ടായെന്നിരിക്കാം. അവിടെ മ്യൂട്ടേഷൻസ് പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ, ചിലപ്പം ഓർഗൻ ഫോമിങ് സ്റ്റേജ്, കൊച്ചു വളരുന്ന സമയത്ത് ഈ ആദ്യത്തെ ഓർഗനോജൻസിസ് നടക്കുന്ന 12-14 ആഴ്ച സമയങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടായി, എക്സ്റേ വല്ലതും എക്സ്പോഷറായി, ചിലപ്പോൾ അവിടെ ഒരു മ്യൂട്ടേഷൻ നടന്ന ഒരു ക്യാൻസറിലേക്ക് മാറാം. ചില സാഹചര്യങ്ങളിൽ അല്ലാതെ കൊച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സെൽസിൻ്റെ ഇത് കാരണം ഉണ്ടാകുന്ന ഇത് വരാം. പാരമ്പര്യമായിട്ടുള്ള ക്യാൻസർ അല്ലാതെ നമ്മൾ നോക്കി വേറെ തീരെ കുറച്ചാണ്, 10% താഴെ. അതൊന്നും എല്ലാം ജനിക്കുമ്പോൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല, ക്രമേണയായിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. ഈ റേഡിയേഷൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മളിപ്പോൾ ആണുങ്ങൾ വരെ പെണ്ണുങ്ങളത് ഇപ്പോൾ ജീൻസാണ്, പാൻറ്റാണ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നമ്മളുടെ പാൻസിൻ്റെ പോക്കറ്റിൽ എന്തായാലും മൊബൈൽ ഫോൺസ് ഉണ്ടാവും. നമ്മൾ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻസ്, നമ്മളുടെ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ്, അത് ക്യാൻസറിന് കാരണമാകുന്നുണ്ടോ? എന്താ പറയുക? ഇത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇല്ല. കാരണം ഇതിൻ്റെ അകത്ത് ഈ റേഡിയേഷൻ പറയുന്ന കാറ്റഗറിയിലാണ് ഈ എല്ലാ സാധനങ്ങളും, അതായത് മൈക്രോവേവ് ആണെങ്കിലും ഇതെല്ലാം ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട് പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയും, നോൺ അയണൈസിങ് റേഡിയേഷൻ. അപ്പം നോൺ അയണൈസിങ് റേഡിയേഷൻ, അതായത് റേഡിയോ ഫ്രീക്വൻസി, ആ ഇതിൽ വരുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോൺസ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പൊതുവേ ഉള്ളൊരു സംശയമാണ്, ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വെച്ചാണല്ലോ റേഡിയേഷൻ അടിച്ച് ബ്രെയിൻ ട്യൂമറോ ബ്രെയിൻ ക്യാൻസറോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെ ഒരു എവിഡൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല ഇത് നോൺ അയണൈസിങ് റേഡിയേഷനാണ്. അപ്പം അത് കുറേ സ്റ്റഡികളിൽ പണ്ട് നോക്കിയാലും അതിലൊന്നും എവിഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു ഇതുണ്ടാക്കുന്നു. ചിലർ ചോദിക്കും മൊബൈൽ ടവറിന് തൊട്ട് അതിലും സെയിം ഇത് തന്നെ നമുക്കൊരു എവിഡൻസേ കിട്ടിയിട്ടില്ല. ചിലർ ചോദിക്കും ഈ വൈഫൈ റൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് റേഡിയേഷൻ വഴിയല്ലേ ഇത് വരുന്നത്. അത് മൊബൈൽ ഫോണിനെക്കാട്ടിലും ഒട്ടും ലോവർ, ഒരു സാധ്യതയില്ലാത്തൊരു ഇതിലായിട്ട്. അതായത് നമ്മുടെ വൈഫൈ റൂട്ടേഴ്സ് ഒക്കെ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചാലും തലയ്ക്ക് മേലെ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് സാറ് പറഞ്ഞു എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ എവിഡൻസ് വരുന്നത് എന്നുള്ളതാണ്. ആൾക്കാരെ ഒരു സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വായിച്ച് പഠിച്ചിട്ടാ. മനസ്സിലായി, നമ്മളെല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ നെറ്റിൽ നോക്കി ഏത് വെബ്സൈറ്റിലാണോ ഇത് കൊടുത്തിരിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് IARCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇത് വായിച്ച് നോക്കുക. കാറ്റഗറി 1, 2A എന്നൊക്കെ കൊടുത്തിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഏജൻസ് എവിഡൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ വഴി തെളിയിച്ചിട്ടുള്ളത്. താഴോട്ടുള്ളതൊക്കെ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാം, ചെറിയ എവിഡൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ചില നമുക്ക് അത്രയ്ക്ക് എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അത് നോക്കിയിട്ട് വേണം ആൾക്കാർ മനസ്സിലാക്കാൻ ഏതിനാണ് ക്യാൻസർ ഉള്ളത്, ഏതിനാണ് ക്യാൻസർ. അത് വഴികളെ പോകുന്ന ഒരാൾ പറയുന്നത് കേട്ടിട്ടല്ല, മനസ്സിലായി വായിച്ച് പഠിക്കുക, അതിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഡോക്ടർ, പിന്നെ എവിഡൻസ് എന്ന് പറഞ്ഞ സംഗതി ഈ സംഗതിക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. ബിക്കോസ് വി ഹാവ് ടു ഡു എ സ്റ്റഡി ചെയ്തിട്ടല്ലേ വേണ്ടേ. അപ്പം 100 പേരോട് പറയാം ഇനിയും ജനിച്ചപ്പം തൊട്ട് അവരെ ഒരു 10-50 വർഷത്തേക്ക് അവരെ മൊബൈൽ യൂസ് ചെയ്യില്ലെന്നും പിന്നെ യൂസ് ചെയ്തവരുമായിട്ട് കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്തെങ്കിലേ നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനത്തെ സ്റ്റഡി ഇനിയും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു എവിഡൻസ് കിട്ടാൻ പാടായിരിക്കും. നമ്മുടെ നാട്ടിലുള്ളവരും ഈ വെസ്റ്റേൺ ആൾക്കാരും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. അവര് എല്ലാ കാര്യങ്ങളും പഠനങ്ങൾ വഴി മനസ്സിലാക്കാനും അത് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കാനും ശീലിച്ചിട്ടുള്ളവരാ. നമ്മള് വഴിയെ പോകുന്നവർ പറയുന്നത് കേൾക്കാനും കൂടുതൽ ആഗ്രഹമുള്ളവരാ, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം. എന്ത് സാധനമാണ് ഏറ്റവും കൂടുതലും ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് ഒരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് എവിഡൻസ് ഉണ്ടോ എന്ന് അവർ നോക്കുക, തപ്പി നോക്കുക. വാട്ട് ഈസ് ദ എവിഡൻസ് ഫോർ ദിസ് എന്നിപ്പോൾ ChatGPT അടിച്ചു നോക്കിയാലും അത് പറയും കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണമെന്നേ ഉള്ളൂ, അല്ലേ. വാട്ട് ഈസ് ദ എവിഡൻസ് ഫോർ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതിന് ഉള്ള തെളിവുകൾ എന്തൊക്കെയാണ്, അത് ഞാൻ പഠനങ്ങൾ വഴി തെളിയിച്ചിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കണം. അല്ലാതെ ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഉത്തരം പറ്റില്ല, മനസ്സിലായി. ഈ പഠനങ്ങൾ പക്ഷെ തെളിയിച്ച് വേറൊരു കാര്യമുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പിള്ളേരിലൊക്കെ സ്ക്രീൻ ടൈം അവർക്ക് ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കാവുന്നു. പിന്നെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ വേറെ രീതിയിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒബീസിറ്റി, വണ്ണം, ഈ സ്ഥിരമായിട്ട് വണ്ണം കൊണ്ട് ക്യാൻസർ ഉണ്ടാകും. അപ്പോൾ ഈ സ്ഥിരമുള്ളവർ ഈ ഫോൺ ഇൻഡയറക്ട്ലി വേണമെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കുക. ഇതിപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലംസ് ഉണ്ടല്ലോ, അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലംസും ക്യാൻസർ ആവണം എന്നില്ല. പക്ഷെ എന്നാൽ പോലും ഏതൊക്കെ ലംസാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്, അത് നമ്മൾ എങ്ങനെയൊക്കെ സെൽഫ് എക്സാമിൻ ചെയ്തത് ഡേഞ്ചറസ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ തടിപ്പ് എവിടെ ഉണ്ടെങ്കിലും ഇനി തടിപ്പ് ഒരു 4 ആഴ്ച കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്ന തടിപ്പ്, അല്ലെങ്കിൽ തടിപ്പിൻ്റെ സൈസ് കൂടുക, അങ്ങനെയാണെങ്കിൽ പെയിൻ ഉണ്ടോ പെയിൻ ഇല്ലയോ രണ്ടും വരാം. പെയിൻഫുൾ ആകാം, പെയിൻലെസ്സും ആകാം. പക്ഷേ തടിപ്പ് നമ്മുടെ ബോഡിയിൽ 4 വീക്സിൽ കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യു ഷുഡ് സീ എ ഡോക്ടർ. ആ ഡോക്ടറിന് വലുതായാലും ഇല്ലെങ്കിലും കാണിക്കണം. 4 ആഴ്ച കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ കൺസെപ്റ്റ് എല്ലാം 4 ആഴ്ചയാണ്. ഇപ്പം ഒരാൾക്ക് ചുമയോ പനിയോ ഉണ്ടെങ്കിൽ 4 ആഴ്ച കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഹി ഷുഡ് ഗോ ആൻഡ് സീ എ ഡോക്ടർ. അല്ലാതെ ജലദോഷമാണെന്ന് പറഞ്ഞാൽ വിക്സും ഗുളികയൊക്കെ കഴിച്ച് വെറുതെ വെച്ചുകൊണ്ടിരിക്കല്ല. ബിക്കോസ് ഏർലി ഡിറ്റക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്യാൻസർ. ഇപ്പോൾ ക്യാൻസർ ആകണമെന്ന് ഇപ്പം 100 പേർക്ക് ഇങ്ങനെ ചുമ ഉണ്ടെങ്കിൽ 10-5 പേർക്ക് ക്യാൻസർ കാണത്തുള്ളൂ. പക്ഷേ 5 പേർക്ക് ദാറ്റ് വിൽ ബിക്കം എ ലൈഫ് സേവിങ്. ഡോക്ടർ പറഞ്ഞുകൊണ്ട് സാധാരണ നമ്മൾ OPD വരുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കയ്യിലൊക്കെ ചെറിയ ഈ ലൈപ്പോമ ഫാറ്റ് ഉണ്ട്, അത് ഡോക്ടറെ ക്യാൻസർ ആണോ എന്ന് പേടിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്. ബ്രസ്റ്റിലും ഇതുപോലെ ചവ് പോലെ ഫൈബ്രോയിഡ്നോമ പോലെ കാണാറുണ്ട്, പ്രത്യേകിച്ച് ഈ യങ് ഏജിൽ 20 ഇയേഴ്സിലുള്ളവർക്കൊക്കെ. അതൊന്നും ആക്ച്വലി ക്യാൻസർ അല്ല. ക്യാൻസറിൻ്റെ സ്വഭാവത്തിൽ ഈ ട്യൂമർ ആരംഭഘട്ടത്തിലൊന്നും ചിലപ്പം പെയിൻ കാണത്തില്ല. ലേറ്റർ സ്റ്റേജസിൽ പെയിൻ ഡോക്ടർ പറഞ്ഞ പോലെ വരാം. അത് ഹാർഡായിരിക്കും, നല്ല കട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ സോഫ്റ്റ് ആയിരിക്കണമെന്നില്ല, നമ്മുടെ ഫാറ്റ് പോലൊന്നും സോഫ്റ്റ് ആയിരിക്കണമെന്നില്ല, ഹാർഡായിരിക്കണം. പിന്നെ അത് ഫിക്സിറ്റി വരും എന്ന് പറഞ്ഞാൽ ആ ഏറിയ എവിടെയാണോ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സെല്ലുമായിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്കറിയാം അവിടെ തന്നെയുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും ഈ നോൺ ക്യാൻസറസ് ഇതായിട്ട്. മെയിനായിട്ട് ഇത് തന്നെ. ഇപ്പം ചിലർ വർഷങ്ങളോളം ഉള്ള മുഴകളായിട്ട് വരാറുണ്ട്. ഇപ്പം അങ്ങനെയുള്ള മുഴകളൊന്നും മിക്കവാറും ക്യാൻസർ ആയിരിക്കത്തില്ല 10 വർഷത്തിൽ കൂടുതൽ. ഇപ്പം ക്യാൻസർ ആയിട്ടുള്ള ഒരു മുഴയുടെ പ്രത്യേകമുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ വലുതാവുക. കുറച്ച് നാളെന്ന് വെച്ചാൽ എത്രയാ ഉദ്ദേശിക്കുന്നത് അതും കൂടെ അറിയണം, എന്നാലേ ഉള്ളൂ. അപ്പോൾ അതൊരു 1 വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം, ഇതാണ് നമ്മൾ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് പെട്ടെന്ന് വലുതായി വരിക. അപ്പം ചില അഗ്രസീവായിട്ടുള്ള വീര്യം കൂടിയ ക്യാൻസറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സാർ പറഞ്ഞ പോലെ 4 ആഴ്ചക്കുള്ളിൽ പെട്ടെന്ന് വലുതാവും. അപ്പം ഈ മുഴകളായിട്ട് വരുന്ന ക്യാൻസറുകൾ എല്ലാം പലതരത്തിലുള്ള ക്യാൻസറുകൾ. അപ്പോൾ കഴുത്തിലൊരു മുഴ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തൈറോയിഡിൻ്റെ ട്യൂമർ ആയിരിക്കും, ചിലപ്പോൾ അത് ലിംഫ് നോഡ്സ് ആയിരിക്കും, കഴലഗ്രന്ഥികൾ. പിന്നെ ബ്രസ്റ്റിൻ്റെ മുഴ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ആയിരിക്കും. കയ്യിലോ കാലിലോ വരുന്ന മുഴകൾ എന്ന് പറഞ്ഞാൽ സാർക്കോമ ആയിരിക്കും. ക്യാൻസർ ആണെങ്കിൽ
അപ്പോൾ മുഴകളായിട്ട് വരുന്ന ആൾക്കാരിൽ വളരെ കുറച്ച് പേർക്ക് അത് ക്യാൻസർ ആവത്തുള്ളൂ സാധാരണഗതിയിൽ. പക്ഷെ ഏത് തരത്തിലുള്ള ക്യാൻസർ മുഴകളാണ് ക്യാൻസർ ആവുക എന്ന് ചോദിച്ചാൽ കട്ടിയുള്ള മുഴകൾ, പിന്നെ പെട്ടെന്ന് വളരുന്ന മുഴകൾ, പെയിൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. ഇത് വേദന ഇല്ലല്ലോ സാർ, പിന്നെ ഇത് എങ്ങനെ ക്യാൻസർ ആവുന്നതാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുക. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വേദനയൊന്നുമില്ല. വേദന ആവാൻ നിൽക്കുമ്പോഴത്തേനും മിക്കവാറും സ്പ്രെഡ് ആയിട്ടുണ്ടാവും ക്യാൻസർ ആണെങ്കിൽ. അതാണ് മെയിനായിട്ട്. ഇപ്പോൾ എൻ്റെ അമ്മമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ യൂട്രസിലായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മമ്മ ഇപ്പോൾ ക്യാൻസർ കഴിഞ്ഞ് മരിച്ചതിന് ശേഷം അപ്പോൾ എൻ്റെ അമ്മയോടൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അഡ്വൈസ് ചെയ്തേക്കുന്നുണ്ട്. അപ്പം അമ്മമ്മയുടെ മകളായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂട്രസ് നേരത്തെ തന്നെ റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. ആക്ച്വലി അത് മുമ്പേ സാർ പറഞ്ഞില്ലേ, ഹെറിഡിറ്ററി ക്യാൻസറുകൾ എന്ന് പറയുന്നതെല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 5% ഉള്ളൂ ഹെറിഡിറ്ററി ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു വീട്ടിലെ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലെ ബാക്കിയുള്ളവർക്ക് ക്യാൻസർ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ക്യാൻസർ വന്നത് ഒത്തിരി പ്രായം ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് ജനിതകമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടായിരിക്കില്ല. മനസ്സിലായി? അപ്പോൾ യങ് ഏജിൽ ക്യാൻസർ വരിക അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം വീട്ടിലൊരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കും വരണം നിർബന്ധമില്ല. അതിന് ഒത്തിരി ഫാക്ടേഴ്സും കൂടെ നോക്കിയിട്ടാണ് അത് ജനിതകമായിട്ടുള്ള ഒരു റിസ്ക് ഉള്ള ക്യാൻസർ ആണോ എന്ന് നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ അത് ജനറ്റിക് കൗൺസിലിംഗ് ഒക്കെ നടത്തിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. ജനറ്റിക് കൗൺസിലിങ്ങിന് വേണ്ടി മാത്രമാണ് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. നിങ്ങൾ വീട്ടിലൊരാൾക്ക് ക്യാൻസർ ഉണ്ടോ, അയാൾക്ക് ക്യാൻസർ വന്നത് കണ്ടുപിടിച്ചത് ഏത് പ്രായത്തിലാണ്, ഇതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഏത് ക്യാൻസറാണ്. ചില ക്യാൻസറുകളുണ്ട് ജനിതകമായിട്ട് വരുന്ന ക്യാൻസർ ആണെന്ന് പേരെടുത്ത് അറിയപ്പെടുന്ന കുറച്ച് ക്യാൻസറുകളുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയുടെ ക്യാൻസർ, പിന്നെ കോടലിൻ്റെ ക്യാൻസർ, യൂട്രസിൻ്റെ ക്യാൻസർ, പിന്നെ റെയറായിട്ട് വേറെ ആമാശയത്തിൻ്റെയും തൈറോയിഡിൻ്റെയും ക്യാൻസറുകളൊക്കെ റെയറായിട്ടും വരാം. ചില സിൻഡ്രോംസ് എന്ന് അതിനൊക്കെ പറയും. അപ്പോൾ ഈ ക്യാൻസറുകളൊക്കെയാണ് സാധാരണ ജനിതകമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം നോക്കിയിട്ട് ഇപ്പം അല്ലാതെ ഇപ്പം റെയറായിട്ട് അല്ലാതെ വരുന്ന ഇപ്പം ലിവറിൻ്റെ ക്യാൻസർ ഒന്നും അങ്ങനെ വീട്ടിൽ വന്നെന്നും പറഞ്ഞ് ഒരാൾക്ക് വരണമെന്നില്ല, അല്ലെങ്കിൽ വായിക്കകത്ത് വരുന്ന ഒരു ക്യാൻസർ വരണമെന്നില്ല. ഇപ്പം പുക വലിച്ചത് കൊണ്ട് ഒരാൾക്ക് ലങ് ക്യാൻസർ വന്നു, വീട്ടിലൊരാൾക്ക് വേറെ ക്യാൻസർ വരണം നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായത് അതെല്ലാം നോക്കും. ചിലപ്പം വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ക്യാൻസർ വരണം ഒരു നിർബന്ധമില്ല. അങ്ങനെ ആ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഏത് ക്യാൻസറാണ്, എത്ര ഏജിലാണ് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ജനിതകമായിട്ടുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കുന്നത്. അതിനുശേഷം മാത്രമാണ് അവർക്ക് ഇങ്ങനത്തെ ഏർലി സ്ക്രീനിങ് വേണമെന്നുള്ളത്. അവർക്ക് റിസ്ക് ഉണ്ടെങ്കിൽ അത് ക്യാൻസർ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർലി സ്ക്രീനിങ്ങിലേക്ക് അവരെ കടത്തിവിടും. ഓക്കെ. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള സാധനം, അതായത് ലോവർ വൈറ്റമിൻ ഡി ആണെന്നുണ്ടെങ്കിൽ ഹയർ ചാൻസ് ഉണ്ട് ക്യാൻസർ വരാൻ എന്നുള്ളത് തെറ്റായ ഉദാഹരണമാണ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഇത് ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ളതും നോൺ ഹെറിഡിറ്ററി. ഇപ്പം എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല, എൻ്റെ ഫാമിലി ഒരാൾക്കുണ്ട്, യുവർ ഫാമിലി ഡസൻറ്റ് ഹാവ് എനിബഡി. രണ്ടുപേർക്കും റിസ്ക് ഓൾമോസ്റ്റ് സെയിമാണ്. ലോകത്തിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ എവറി 9th മെയിൽ ക്യാൻ ഹാവ് ഡെവലപ്പ് ക്യാൻസർ. 10 പേര് കൂടി ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ക്യാൻസർ ആണ് മെയിൽസിൽ. ഫീമെയിൽസിൽ 8 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാവുന്ന ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് 1 in 8, 1 in 7. 7 പേര് നോർമലായിരിക്കും ഒരാൾക്ക് കാണും. അപ്പം അത് ഹെറിഡിറ്ററിയും ഓൾമോസ്റ്റ് സിമിലർ റേറ്റാണ്. അപ്പം ഹെറിഡിറ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേഷ്യൻസ് ഞങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പിള്ളേരെ കല്യാണം കഴിപ്പിക്കണം. അപ്പം അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അപ്പം പിന്നെ അവർക്കൊരു പ്രോബ്ലമാണ്. അപ്പം ആ പ്രോബ്ലം അപ്പം ഞങ്ങൾ പറയും അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ, ഇറ്റ് ക്യാൻ നോട്ട് ഹാപ്പൻ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ. അതാണ് അതിൻ്റെ മെയിൻ സംഗതി. ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു പോയിൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ചില കേസുകൾ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ഫോർ എക്സാമ്പിൾ അമ്മയ്ക്ക് 40 വയസ്സിന് മുമ്പ് വന്നു. ഡോക്ടർ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആ ഏജ്. 40 വയസ്സിന് മുമ്പ് വരുന്നതിന് ചിലപ്പം ജനറ്റിക് മ്യൂട്ടേഷൻ കാണും, അത് അവരുടെ മക്കളിലും ചിലപ്പം കാണും. അപ്പോൾ ജനറ്റിക് കൗൺസിലിങ്ങും അല്ലെങ്കിൽ അത് സ്ക്രീനിങ്ങും ചെയ്യേണ്ട ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ആ ഡോക്ടേഴ്സ് തന്നെ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന്. അതുകൊണ്ട് അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ഫാക്ടർ വരുന്നത്. കാരണം അമ്മമാരിൽ ഇത് തന്നെ കാണുമ്പം മക്കളുടെ എത്ര ഉണ്ടെന്ന് ചോദിച്ച് അവരെ ആ സ്ക്രീനിങ്ങിലേക്ക് വിടുന്നുണ്ട്. ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന ഏജിൽ വരുന്ന ഇന്ന ക്യാൻസറുകൾക്ക് ഇന്ന ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യണം എന്ന് നമുക്കറിയാം. അപ്പം അതിന് ആ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുന്ന ഒരാളാണ് നമ്മളൊരു പേഷ്യൻ്റാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജനറ്റിക് ടെസ്റ്റും കൂടെ ചെയ്താൽ കൊള്ളാം നമ്മൾ സജസ്റ്റ് ചെയ്യും. ഓക്കെ. അല്ലാത്തവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോഴേ, ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് എന്ന പോലെ പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരും?
100-1. അതായത് 100 ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ ഒരെണ്ണം ചിലപ്പോൾ മെയിലായിരിക്കും, പുരുഷന്മാർക്കും വരാം. അപ്പോൾ അതെന്താ അപ്പോൾ ചെയ്യുക? സെയിം ട്രീറ്റ്മെൻറ്റ് ആസ് ഇൻ ഫീമെയിൽസ്, ലേഡീസ്. റിമൂവ് ചെയ്യുക, കീമോ, റേഡിയേഷൻ എല്ലാം സെയിം, ട്രീറ്റഡ് ആസ് ഇറ്റ് ഈസ് ഇൻ എ ലേഡി. അതിനകത്ത് ഒരു ചെറിയൊരു പോയിന്റ് വ്യത്യാസം വരുന്നത്, എല്ലാ മേജർ ക്യാൻസേഴ്സിലും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർജറിയാണ്, ഓപ്പറേഷൻ അതിൻ്റെ അകത്ത് ട്രീറ്റ്മെൻറ്റ്. ചില സാഹചര്യത്തിൽ ബ്രസ്റ്റും പുരുഷന്മാരുടെ ചെറിയ സൈസാണ്, അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചേർക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും, ഇല്ലേ ഡോക്ടർ ജിനോ? അപ്പോൾ അതിനകത്ത് അന്നേരം ചിലപ്പം നമുക്ക്, കാരണം അത് ചേർത്ത് പിന്നെ ഇത് അപ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആദ്യം കീമോ എളുപ്പം കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ റേഡിയേഷൻ കൊടുക്കുക. സ്റ്റേജ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ എല്ലാം. പക്ഷേ പുരുഷന്മാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. 100 ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ 1%, അതായത് ബ്രസ്റ്റ് ക്യാൻസറിലെ 1% ബ്രസ്റ്റ് മെയിൽ ക്യാൻസർ. അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, പുരുഷന്മാരിൽ വരുന്നതിലും കൂടുതലും മുഴകളും ഗൈനക്കോമാസ്റ്റി ആയിരിക്കും. അപ്പം മുഴയുള്ള ആൾക്കാരെല്ലാം ക്യാൻസർ ആണെന്ന് വിചാരിക്കുന്നത്. കൂടുതൽ ആൾക്കാർ, ഇപ്പം 100 പേർക്ക് മുഴയുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾക്കേ ഉണ്ടാവുള്ളൂ ക്യാൻസർ, ഒരാൾക്ക് പോലും കാണില്ല, അത്രയും പോലും ഇല്ല. അപ്പം 1000 പേർക്ക് മുഴയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ആവാം, ബാക്കി കൂടുതൽ ആൾക്കാർക്കും ഗൈനക്കോമാസ്റ്റി ആയിരിക്കും. അപ്പം അതിന് പിന്നെ സ്കാനിങ്, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിനകത്ത് കാര്യം അറിയാൻ പറ്റും, അതിനകത്ത് ക്യാൻസറിൻ്റെ റിസ്ക് ഉണ്ടോ, അതൊക്കെ അനുസരിച്ച് പിന്നെ ബയോപ്സി വേണോ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി. 2 ബ്രസ്റ്റിലും മുഴ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റേറ്റാണ് കൂടുതൽ. മനസ്സിലായി, കണക്കാക്കണ്ട. ഇതിപ്പം കോമൺ ആയിട്ട് നമ്മളുടെ ഇവിടെ നാട്ടിൽ കണ്ടുവരുന്ന ക്യാൻസേഴ്സിൽ ചില സൈൻസ് നമ്മൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, മസ്റ്റായിട്ട് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? ഇപ്പം എപ്പോഴും കുറച്ച് ആൾക്കാർ സിംറ്റംസ് മുമ്പത്തെ ക്വസ്റ്റ്യനായിട്ട് ഒരു കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ സിംറ്റംസ് ഉള്ള ചില ക്യാൻസറുകളുണ്ട്, പെട്ടെന്ന് സിംറ്റംസ് വരും, അപ്പോൾ അവർ നേരത്തെ പ്രസന്റ് ചെയ്യും, അപ്പം നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? പുറമേ ഉള്ള ക്യാൻസറുകൾ, ഇപ്പം ഈ മലദ്വാരത്തിൻ്റെ ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ് പെട്ടെന്നുണ്ടാവും. അത് പ്രത്യേകിച്ച് ഒത്തിരി താഴോട്ടിരിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ് പെട്ടെന്ന്, അപ്പോൾ അവർ പെട്ടെന്ന് വരും. യൂട്രസിൻ്റെ ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ അവരും ഒത്തിരി സ്റ്റേജ് ഒന്നും ഉണ്ടാവാതെ പെട്ടെന്ന് വരും. പിന്നെ അതുപോലെ ബ്രസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മുഴ പുറത്തുണ്ടാവും, അത് പുറമെ പെട്ടെന്ന് ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിത്തവാഹിനി കുഴലിൻ്റെ താഴെ ഭാഗത്തിരിക്കുന്ന ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ ബ്ലോക്ക് ഉണ്ടായിട്ട് ഇതുണ്ടാക്കും, ജോണ്ടിസ് ഉണ്ടാക്കും, മഞ്ഞപ്പിത്തം ഉണ്ടാക്കും. അതും അത് പലപ്പോഴും ലേറ്റായിട്ടാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത്, എന്നാലും ചില കേസിൽ ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ചോദ്യം ചോദിച്ചത് ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഒഴിവാക്കാൻ പറ്റാത്ത ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാവർക്കും പറയാൻ പറ്റില്ല. അപ്പം റിസ്ക് കൂടുതലുള്ള ആൾക്കാർക്ക് ഈ ഇന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് പറയുക. ഉണ്ടാവാൻ റിസ്ക് ഉള്ളവർക്ക് സിംറ്റംസ് ഉണ്ടായാൽ അത് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസറുകൾ, വായിക്കാത്ത ക്യാൻസർ, പുകവലിയുള്ള ആള്, അവർ റിസ്ക് ഉള്ള ആളാണ്. വർഷങ്ങളായിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വായിക്കാത്തൊരു അൾസർ ഒന്നും ഉണങ്ങുന്നില്ല, 2 ആഴ്ച കൂടുതലായി, അത് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ലാത്ത, വായിക്കാതെ എവിടെയാണെങ്കിലും ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത. പിന്നെ അതുപോലെ വർഷങ്ങളായിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, റിസ്ക് ഉള്ള ആളാണ്, അവർക്ക് ചുമ വന്നിട്ട് മാറുന്നില്ല, ഒരു 2-3 ആഴ്ച കൂടുതലായി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാം. മനസ്സിലായി? അത് ക്യാൻസർ ആവാനുള്ള സാധ്യത എല്ലാവർക്കും, ചുമയുള്ളവരെ എല്ലാവരെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. പക്ഷേ റിസ്ക് ഉള്ള ഒരാൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറച്ചുകൂടെ അല്ലാത്തവരെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. പിന്നെ ഒരു 50 വയസ്സിൽ കൂടുതലുള്ള ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിൽ മുഴയുണ്ട്, അത് മാറുന്നില്ല, കുറച്ച് നാളായിട്ട് അത് കൂടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പം വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരാൾക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, റിസ്ക് കൂടുതലുള്ള ഒരാൾക്ക് സിംറ്റം വരുന്നത് പോലെ അല്ല റിസ്ക് കുറവുള്ള ഒരാൾക്ക് സിംറ്റം വരുന്നത്. അതുപോലെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മെൻസസ് എല്ലാം കഴിഞ്ഞ, പീരീഡ്സ് എല്ലാം കഴിഞ്ഞ ഒരാൾക്ക് പുതിയതായിട്ട് ബ്ലീഡിങ് വരിക, അല്ലാതെ ഇപ്പം പീരീഡ്സ് കഴിയാത്ത ഒരാൾക്ക് ഇപ്പം കുറച്ച് കൂടുതൽ ബ്ലീഡിങ് വന്നെന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഇങ്ങനെ ഇതൊക്കെയാണ് സാധാരണ. അതുപോലെ തന്നെ ഒരു 50 വയസ്സിൽ കൂടുതലുള്ള ഒരാൾക്ക് പിന്നെ മലദ്വാരത്തിൽ ബ്ലീഡിങ് വരിക, അതുപോലെ വയറ്റിൽ നിന്ന് പോകുന്നതിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരിക. കുറച്ച് നന്നായിട്ട് വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു, പെട്ടെന്ന് ലൂസായിട്ട് പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ 2 ദിവസം പോകാതിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് ലൂസായിട്ട് പോകാൻ തുടങ്ങി. ഇതൊക്കെ ഒരു വാർണിംഗ് സൈനാണ്. അത് ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനൊരു സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അവർ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. ഓക്കെ. ഈ സിംറ്റമറ്റോളജി, അതായത് യുണീക്കായിട്ട് ക്യാൻസർ എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ട്. എന്നാൽ കുറച്ച് ജനറൽ സിംറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന വെയിറ്റ് കുറയുന്നു, വിശപ്പ് കുറയുന്നു, ഇതൊക്കെ
ക്യാൻസറിൽ സാധാരണ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ എന്നാൽ ഇതുണ്ടെന്ന് കൊണ്ടിട്ട് ക്യാൻസർ ഉണ്ടെന്നല്ല. ഇപ്പോൾ ടി ബി ഉള്ള പേഷ്യൻറ്റിന് ചിലപ്പോൾ വെയിറ്റ് കുറവായിരിക്കും, വിശപ്പ് കുറവായിരിക്കും. പിന്നെ ഓർഗൻ സ്പെസിഫിക് ഏത് ഏരിയയിലാണോ, ഇപ്പം ഗർഭാശയ മുഖത്തിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് ആയിരിക്കും ആദ്യത്തെ ഒരു ഇത് വരുന്നത്. എൻഡോമെട്രിയൽ ക്യാൻസറും ചിലപ്പോൾ അതായിരിക്കും വരുന്നത്. മലദ്വാരത്തിലുള്ള ബ്ലീഡിങ് ആയിരിക്കാം ചിലപ്പം. എന്നാൽ ബ്രസ്റ്റിൽ ബ്ലീഡിങ് ആയിരിക്കില്ല, ബ്രസ്റ്റിൽ മുഴയായിരിക്കും ഇത് വരുന്നത്. ഓറൽ ക്യാൻസറിൽ ചിലപ്പോൾ അതിനകത്ത് നാക്കിൻ്റെ അറ്റത്തൊരു ഇതായിട്ട് തടിപ്പായിട്ടായിരിക്കും ചിലപ്പം അവർ കാണുമ്പോൾ നോക്കുമ്പോഴോ അല്ലെങ്കിൽ പല്ല് വെച്ചപ്പോഴും ബ്ലീഡിങ് വന്നു എന്താന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പം കാണുന്നത്. അപ്പോൾ ഓർഗൻ സ്പെസിഫിസിറ്റി ഉണ്ട്, കോമൺ ആയിട്ടുള്ള സിംറ്റംസും ഉണ്ട്. ഇതിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റർപ്ലേ വരുമ്പോഴും ഏത് സ്റ്റേജ് അനുസരിച്ചാണ് സിംറ്റംസ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിംറ്റംസ് വരാനോ ഇത് വെയിറ്റ് ചെയ്യാതെ ആരംഭഘട്ടത്തിലെ കണ്ടുപിടിക്കണമെങ്കിൽ പലപ്പോഴും സിംറ്റംസ് ഒന്നും കാണത്തില്ല. ഒരു ഏരിയ കഴിയുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഫേസ് കഴിയുമ്പോൾ ഈ സിംറ്റംസ് വരുന്നത് തന്നെ. സ്ക്രീനിങ്ങിലോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരംഭഘട്ടത്തിലേ കിട്ടണമെങ്കിൽ സ്ക്രീനിങ് ചെയ്തെങ്കിലേ നമുക്ക് ആരംഭഘട്ടത്തിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സ്ക്രീനിങ് എന്ന് പറയുന്ന സംഗതി നമുക്ക് ഇപ്പം കോമൺ ആയിട്ട് ചെയ്യുന്ന ബ്രസ്റ്റ് അല്ലെങ്കിൽ സെർവിക്സ് അല്ലെങ്കിൽ ഓറൽ കാവിറ്റി ആൻഡ് പ്രോസ്റ്റേറ്റ്, അത് ആൻഡ് കോളൻ, കോമൺ ആയിട്ടുള്ള സംഗതിക്ക് സ്ക്രീനിങ് പറ്റത്തുള്ളൂ. പക്ഷേ അതിന് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അല്ലാതെ ഇപ്പം ലങ്സിൻ്റെ നോക്കുന്നുണ്ട്, അബ്ഡോമിൻ്റെ നോക്കുന്നുണ്ട്. അപ്പം ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഓവറിയിൽ വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഓവറിൽ ചിലപ്പോൾ ഒരു സിസ്റ്റ് കണ്ടത്, അതിനെ ഫർദർ റിവാലുവേഷനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പൊതുവേ സാധാരണ കോമൺ ക്യാൻസേഴ്സിനെ നമ്മൾ സ്ക്രീൻ ചെയ്യാൻ പറ്റും.